കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ സർക്കാരിനെ വെള്ള പൂശി കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ല എന്ന് കണ്ടെത്തൽ. ബലക്ഷയം ചൂണ്ടിക്കാട്ടിയ മുൻ റിപ്പോർട്ടുകളിൽ കെട്ടിടം പൊളിച്ചുമാറ്റാൻ പറഞ്ഞിട്ടില്ല എന്നും റിപ്പോർട്ട്. ഗോകുൽ രമേശ് ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, രക്ഷാപ്രവർത്തനം എത്ര മണിക്കൂറാണ് വൈകിയത് എന്നതിന് ടെലിവിഷൻ ക്യാമറകൾ സാക്ഷിയായിരുന്നു. പക്ഷേ സർക്കാരിനെ വെള്ളപൂശുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് കളക്ടർ സമർപ്പിച്ചിരിക്കുന്നു. അത് ഏത് സാഹചര്യത്തിലാണ്? ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? കോളേജിലെ ശസ്ത്രക്രിയാ വാർഡിന്റെ ഒരു ഭാഗം കെട്ടിടം തകർന്ന് വീണ് ഒരു വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സംഭവം ഉണ്ടായത്. അതിനുശേഷം അന്ന് തന്നെ ജില്ലാ കളക്ടറോട് ആരോഗ്യവകുപ്പ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഈ ബലക്ഷയം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ബലക്ഷയവുമായി ബന്ധപ്പെട്ട് ചില സർക്കാരിന്റെ വാദങ്ങളെ ശരിവെക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കളക്ടർ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് ഈ കെട്ടിടം തകർന്നു വീണതിന് ശേഷം രക്ഷാപ്രവർത്തനം അത് വൈകിയെന്നുള്ള ആരോപണം പരക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് കളക്ടറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല ഈ ബലക്ഷയം ചൂണ്ടിക്കാട്ടി മുൻ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 2012 മുതൽ തന്നെ ആ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടുകളിലൊന്നും കെട്ടിടം പൊളിച്ചു മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നും ജില്ലാ കളക്ടർ ഇന്ന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ നേരത്തെ തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലും അടക്കം മാധ്യമങ്ങളോട് അന്നത്തെ ദിവസം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിൽ 2012 തന്നെ ഇതിന്റെ ബലക്ഷയവും അതിനുശേഷം അത് പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം പണിയണം എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതായിട്ട് ആശുപത്രി അധികൃതർ തന്നെ അറിയിച്ചിരുന്നതാണ്. എന്തായാലും ആ വാദങ്ങളെയൊക്കെ തള്ളിക്കൊണ്ടാണ് കളക്ടറുടെ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും അത്തരത്തിൽ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ മുമ്പൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള രീതിയിലുള്ള പരാമർശമാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ളത് ഏറ്റവും ശക്തമായി നിന്നിരുന്ന ഒരു ആരോപണം തന്നെയാണ്. കാരണം ഈ ആദ്യഘട്ടത്തിൽ മന്ത്രിമാരുൾപ്പെടെ, മന്ത്രി വീണ ജോർജും അതോടൊപ്പം തന്നെ മന്ത്രി വി എൻ വാസവനും ഉൾപ്പെടെ അവിടെ എത്തി ആരും മടിയിൽ കിടപ്പില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തി. പക്ഷേ അതിനുശേഷവും മണിക്കൂറുകളോളം കഴിഞ്ഞിട്ടാണ്, ഏകദേശം 1.5-2 മണിക്കൂറുകളോളം കഴിഞ്ഞിട്ടാണ് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയും അതിനുശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിട ഭാഗങ്ങൾ മാറ്റി നോക്കിയപ്പോഴാണ് അടിയിൽ ഇത്തരത്തിൽ ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മയുടെ ശരീരം കാണാനായിട്ട് സാധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത്. പക്ഷേ അത്തരത്തിൽ 2 മണിക്കൂറോളം കാലതാമസം ഉണ്ടായിട്ടുള്ളതിനെ പോലും കളക്ടർ അവഗണിച്ചിരിക്കുകയാണ്. കാലതാമസം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കളക്ടർ ഇത്രയും നാളെടുത്ത് നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് സർക്കാരിന് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്മേൽ ഇനി റിപ്പോർട്ട് പരിശോധിച്ചിട്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവുക. ഏതെങ്കിലും തരത്തിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ചയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പരിശോധിക്കുന്നുണ്ടാവുക. എന്തായാലും കളക്ടർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പ്രാഥമികമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ടും ആശുപത്രിക്ക് വീഴ്ചയില്ല എന്നുള്ള രീതിയിലുള്ള കണ്ടെത്തലുകളാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ നേതൃത്വം നൽകിയവരെയും അല്ലെങ്കിൽ അതിനെയും പിന്തുണച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് കളക്ടർ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഏതെങ്കിലും വിധത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ലക്ഷ്മി.